സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തില് യേശുവിനെ പറ്റി ചോദ്യമുന്നയിക്കുക. തച്ചന്റെ മകനല്ലേ? ആരാണ് തച്ചൻ? യോസേഫ് പിതാവാണ്. യോസേഫ് പിതാവ് തച്ചന്റെ പണിയെടുത്ത് തിരുകുടുംബത്തെ പോറ്റിയ വ്യക്തിയാണ്. അധ്വാനത്തിന്റെ മാതൃകയാണ്. അധ്വാനിച്ചുകൊണ്ട് വിപരീത സാഹചര്യങ്ങളിലൂടെ കുടുംബത്തെ പടുത്തുയർത്തിയ എല്ലാ നല്ല പിതാക്കന്മാരുടെയും മാതൃകയാണ്, പ്രശോഭിക്കുന്ന മാതൃകയാണ് വിശുദ്ധ യോസേഫ് പിതാവ്. മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാം. തൊഴിലാളികൾക്കുള്ള ഒരു പ്രത്യേക ദിനമായിട്ട് 12ാം പീസ് മാർപ്പാപ്പായി തൊഴിലാളികളുടെ ദിനം അതിന്റെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ യോസേഫ് പിതാവിനെ തൊഴിലാളികൾക്ക് നൽകി. ഒരു മാതൃകയായിട്ട് അധ്വാനിയായിരുന്ന തിരുക്കുടുംബത്തെ ഈജിപ്തിലേക്ക് നയിച്ച, അവിടെ തച്ചന്റെ പണിയെടുത്ത് ജീവിച്ച, തിരുക്കുടുംബത്തെ പോറ്റിയ എല്ലാ മാതാപിതാക്കൾക്കും മാതൃകയായ യോസേഫ് പിതാവിന്റെ മധ്യസ്ഥനായിട്ട് നൽകി എല്ലാ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും. തൊഴിൽ പല വിധത്തിലുണ്ട്. വ്യാവസായിക വിപ്ലവം വഴിയായിട്ട് വിവിധങ്ങളായ തൊഴിലുകൾ, ഫാക്ടറികളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നീട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടായി. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് ഈ തൊഴിലാളികളുടെ ദിനമൊക്കെ വന്നത്? അപ്പൊ അവരുടെ അവകാശങ്ങള്, അവർക്ക് ന്യായമായിട്ടുള്ള ജീവിക്കാൻ പറ്റുന്ന ശമ്പളം നൽകുക, അതുപോലെ അവരുടെ തൊഴിൽ വ്യവസ്ഥകൾ ആധുനിക സാഹചര്യം അനുസരിച്ച് ക്രമീകരിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. ഈ ദൈവം മനോഹരമായിട്ട് പ്രപഞ്ചത്തെ ശ്രദ്ധിച്ചെന്നാണ് പറയുന്നത്. മനോഹരമായിട്ട് പ്രപഞ്ചത്തെ ശ്രദ്ധിച്ചു. പിന്നെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കള്, ഒന്ന് നമ്മളൊക്കെ കൃഷിക്കാരാണ്, കൃഷി ചെയ്യുക. പിന്നെ ബാക്കി വ്യവസായങ്ങള് ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഒരു കാറിന്റെ വസ്തുക്കളൊക്കെ നിർമ്മിക്കണം. ഇതിനുള്ള അസംസ്കൃത വസ്തു ഖനനം ചെയ്തെടുക്കണം. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ, തൊഴിലാളികളുടെ അധ്വാനമുണ്ട്, ഫാക്ടറി വേണം, അങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്. അതുപോലെ ഓരോ പ്രസ്ഥാനത്തിന് ആധുനിക ജീവിത സൗകര്യങ്ങൾ വികസനമായപ്പോൾ എല്ലാ കാര്യത്തിനും തൊഴിലുണ്ട്. പണ്ടുകാലത്തെ പോലെയില്ല. എല്ലാത്തിലും തൊഴിലാളികൾ അധ്വാനിക്കുന്നുണ്ട്. ഇപ്പം റോബോട്ടൊക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണ്. മനുഷ്യന്റെ പല തൊഴിൽ മേഖലകളും ഈ റോബോട്ടുകൾ, മനുഷ്യൻ സൃഷ്ടിക്കുന്ന റോബോട്ടുകൾ കൈയടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സൃഷ്ടി എന്ന് പറയാം തൊഴിലിനെ. രണ്ടാമത്തെ സൃഷ്ടി നിങ്ങളോട് ഇരിക്കുന്നത് ചാരുബെഞ്ചിലാണ്. പ്ലാസ്റ്റിക് ഉള്ളത് ഫാക്ടറിയിലുണ്ടാക്കുക. ഈ ചാരുബെഞ്ച് തടിയായിരുന്നു നേരത്തെ. ഇത് ആർട്ടിഫിഷ്യൽ അല്ല. അപ്പളം മരം വെട്ടി അത് പീസാക്കി അത് അറുത്ത് ആശാരി പണിയെടുത്ത്, അപ്പം അതുകൊണ്ടാണ് നമുക്കിതിൽ സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി പേര് പണിയെടുത്തിട്ടുണ്ട്. പ്രകൃതിയിലുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിന് തൊഴിൽ ചെയ്ത ഒത്തിരി ആളുകളും ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് സൗകര്യമായിട്ട് നമ്മൾ പണം കൊടുത്ത് മേടിച്ചതാണെങ്കിലും ഇരിക്കാനായിട്ട് കഴിയുക. അങ്ങനെയാണ് നമ്മുടെ വീടുകളിലെ ഉപകരണങ്ങളെല്ലാം തന്നെ. ഈ യോസേഫ് പിതാവ് തൊഴിലാളികളെ മധ്യസ്ഥൻ എന്നതുപോലെ കുടുംബത്തിന്റെ തലവനാണ്. കുടുംബം വിസ്താരങ്ങളുടെ കുടുംബമാണ്. കുടുംബത്തിന് തകർച്ച വന്നു കഴിഞ്ഞാൽ, തളർച്ചയും വന്നു കഴിഞ്ഞാൽ പുതിയ തലമുറ അത് ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുകയില്ല. അവർക്കും തളർച്ചയുണ്ടാകും. കുടുംബം തകർന്നു കഴിഞ്ഞാൽ മറ്റു പല തളർച്ചകളും ഉണ്ടാകും. അതിൻ്റേതായിട്ടുള്ള പ്രവണതകൾ, കുട്ടികൾക്ക് ശിശുരാഹിത്യം, മദ്യപാനം, മയക്കുമരുന്നിലേക്കുള്ള ആധിക്യം, ഇതൊക്കെ കുടുംബത്തിന്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
ദമ്പതികൾ തമ്മിൽ, യോസേഫ് പിതാവിന്റെ കുടുംബം സ്നേഹം നിറഞ്ഞതായിരുന്നു. ദമ്പതികൾ തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കണം, അഗാധ സ്നേഹമാണ്. എന്തുകൊണ്ടാണ് കുടുംബം ഒന്നിച്ച് ജീവിക്കാനായിട്ട് ആരംഭം കുറിക്കുന്ന കുടുംബം തകർച്ചയിലേക്ക് വരുന്ന? അഗാധ സ്നേഹത്തിന്റെ കുറവാണ്. ഈ മാതാവിന്റെ വാക്കുകള് വളരെ മനോഹരമാണ്. യോസേഫ് പിതാവിനെ എന്നും മാനിച്ചിരുന്നു. അതാണ് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കുടുംബനാഥനെ, ഓരോ കുടുംബിനെയും മാനിക്കണം. കുടുംബത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ പരസ്പരം ആദരവ് പുലർത്തണം. ഭർത്താവും ആദരവ് പുലർത്തണം. തൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച് ജീവിത പങ്കാളി ആ വ്യക്തിയോട് ജീവിതകാലം മുഴുവനും അവരോടുകൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പ്രശ്നങ്ങളുടെ ആരംഭം നമ്മുടെ ആദരവ് കുറവാണ്. നല്ല വാക്കുകൾ പറഞ്ഞാൽ പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ട് വരും. പരസ്പര ബഹുമാനം, അപമാനിക്കുകയില്ല. യോസേഫ് പിതാവ് മാതാവിനെ അപമാന വിധേയാക്കാൻ ഇഷ്ടപ്പെടായികയാലും സംശയത്തിലേക്ക് കടന്ന യോസേഫ് പിതാവ് സ്വപ്നത്തിൽ കിട്ടിയ ദർശനം അനുസരിച്ച് മാതാവിനെ സ്വീകരിക്കുകയാണ്. രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് ആലോചന ചെയ്തിരുന്ന യോസേഫ് പിതാവ് തൻ്റെ ജീവിത പങ്കാളിയായ പരിശുദ്ധ മാതാവിനെ സ്വീകരിക്കുകയാണ്. സ്വപ്നത്തിൽ ദൈവികത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ദൈവത്തിന്റെ ഇടപെടലിന് പൂർണ്ണമായിട്ടും സമ്മതം നൽകിക്കൊണ്ട് കുടുംബത്തെ നയിക്കുകയാണ്, വളർത്തുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളില് പ്രാർത്ഥന, ദൈവത്തോട് ആലോചന ചോദിക്കണം, പ്രാർത്ഥിക്കണം. എന്താ ചെയ്യണമെന്ന് സ്വന്തം ബുദ്ധി അല്ലെങ്കിൽ കുബുദ്ധികളായിട്ടുള്ള ആളുകളുടെ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തെ തകർക്കാനായിട്ട് നോക്കാതെ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയാതെ വരുന്നതാണ് വർദ്ധിച്ചു വരുന്ന ഡൈവോഴ്സിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതിപ്പോൾ ആലോചന ചോദിക്കുന്നില്ല, പരസ്പരം ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അങ്ങനെയുള്ള പ്രതിസന്ധികൾ. പിന്നെ നമ്മുടെ സംസാരങ്ങൾ സഭ്യമായിരിക്കണം. കുടുംബത്തിൽ അസൂയ പാടില്ല. പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് തെറിപ്പാട്ടൊക്കെ വരും. മദ്യപാനം, മയക്കുമരുന്ന്, തെറിപ്പാട്ട്, അടിപിടി, മർദ്ദനം, പീഡനം, ഇങ്ങനെയൊക്കെ പലത് കടന്നു വരുമ്പോഴാണ് കുടുംബജീവിതം അതിന്റെ മരണത്തിലേക്ക് കിടക്കുന്നത്. പരസ്പര കുറ്റാരോപണം, മദ്യപാനം, മയക്കുമരുന്ന്, കൂത്ത്, ലുത്ത്, അവിശ്വസ്തത, അലസത, കൊച്ചാക്കല്, ജീവിതപങ്കാളി ചെറുതാക്കുക, ഇങ്ങനെയുള്ള കുറേയേറെ അടവുല് നയങ്ങളുണ്ട്. ആ നയങ്ങളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടും. അത് മരണത്തിലേക്ക് നയിക്കും. ദാമ്പത്യ ജീവിതത്തിന്റെ മരണത്തിലേക്കാണ്. അതുകൊണ്ട് നല്ലത് പറയാനും പോസിറ്റീവായിട്ട് തിങ്കിങ്, നമ്മുടെ ചിന്ത മനോഹരമായിരിക്കണം. നല്ലത് പറയാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ കുറ്റം മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളിയെ പറ്റി ചിന്തിക്കുമ്പോൾ, ഭാര്യയെ പറ്റി ചിന്തിക്കുമ്പോൾ, ഇന്ന് രാവിലെ കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ സാധാരണ കുടുംബങ്ങളിലൊക്കെ ആഹാരം ഉണ്ടാക്കുന്നത് ഭാര്യമാരാണ്. അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ആഹാരം ഉണ്ടാക്കി തരുന്നു. ഇനി അതിനെന്തെങ്കിലും ഉപ്പ് കൂടി പോയാലും സാരമില്ല, ഉപ്പ് കുറച്ച് പല ദിവസം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുള്ള ചിന്ത വഴിയായിട്ട് അതിനെ പരിഹരിക്കാനായിട്ട് പറ്റും. ഒരു കുടുംബനാഥനെ പറ്റി നല്ലത് ചിന്തിക്കുക, പണിയെടുക്കുക, അധ്വാനിക്കുകയോ തൊഴിൽ ചെയ്യുന്ന കുടുംബനാഥൻ ഇത് കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. ആ മഹത്വത്തെ വിലയിരുത്താനും ഉയർത്തി കാണിക്കാനും നല്ലത് പറയാനും മക്കളെ കൊണ്ട് കുടുംബനാഥനെ ആദരിപ്പിക്കാനായിട്ട് കഴിയണം. തിരിച്ചും വേണം. അപ്പോൾ കുടുംബം ഊഷ്മളതയുള്ളതായിട്ട് തീരുക. അപ്പോൾ ചെറുതാക്കി പലപ്പോഴും മക്കളും ഇങ്ങനെ ഈ മക്കളെല്ലാം കൂടെ തനിക്കാക്കി കുടുംബനാഥനായിട്ട് ഭാര വെച്ച് ഒറ്റപ്പെടുത്തി കുടുംബത്തെ തകർക്കുന്ന ചില വനിതകളൊക്കെ ഉണ്ട്. ആരുമില്ല. പിന്നെ കുടുംബ പ്രാർത്ഥന കുടുംബത്തിലുണ്ടായിരിക്കണം. കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു. പോലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കൽ, പ്രാർത്ഥന, കാരുണ്യ പ്രവർത്തികൾ, സാധു സഹായം, രോഗികളെ സന്ദർശിക്കൽ, ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ നന്മകളുടെ മേഖലകൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ഉയർത്താനും വളർത്താനും സഹായിക്കുന്നതാണ്. ഇനിയൊരു സ്ത്രീയുടെ ഒരു മാതൃക പറയുക. സ്വപ്ന ട്രീസി എന്ന് പറയുന്ന ഒരു മഹിളാമണി, ഒരു സീനിയർ നേഴ്സിംഗ് ഓഫീസറായിരുന്നു. വിഷുക്കാരത്തെയാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് ജോലി ചെയ്തിരുന്നത്. അവൾ 8 മക്കളെ പ്രസവിച്ചു.
കാലത്ത് 8 കുറവാണ്. അല്പം ഒത്തിരി പഴയ തലമുറയല്ല. 8 മക്കളെ പ്രസവിച്ചു. അത് കഴിഞ്ഞിട്ട് അവസാന മോള് ഗർഭിണിയായി. അവർക്ക് യൂട്രസ് ക്യാൻസറുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ അമ്മയെ രക്ഷപ്പെടുത്താം, യൂട്രസ് മൊത്തത്തിൽ പോയി, ഇല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താം. അവള് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അപ്പൊ അവളുടെ ചിന്ത ഇങ്ങനെയായിരുന്നു: എനിക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ എൻ്റെ ഉദരത്തിലെ കുഞ്ഞിനും അവകാശമുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ അവളെ രക്ഷപ്പെടുത്തി 2017 ഡിസംബർ 15 അവൾ നിര്യാതയായി. അവിടുത്തെ പത്രാമാരൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്ന് ഞാൻ നേരത്തെ വായിച്ച സംഭവമാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, സ്വന്തം ജീവനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന അമ്മമാരൊക്കെ ചുരുക്കമായിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾക്ക് ഒത്തിരി നല്ലവരാണ്. നിങ്ങളൊക്കെ നല്ലവരാണ്. നിങ്ങളുടെ അധ്വാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആരും അതേപ്പറ്റി നല്ലത് പറയാനോ അല്ലെങ്കിൽ അഭിനന്ദിക്കാനോ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അഭിനന്ദനം, ആദരവ് അത് പരസ്പരം നൽകുകയും അതുപോലെ മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉൾച്ചാക്കുകയും അവർ കുടുംബത്തിൽ നിന്നും സ്വീകരിക്കുന്ന നന്മകളെ പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ തൊഴിലാളികളുടെ തിരുകുടുംബത്തിലെ മൂല്യങ്ങളെ പറ്റി പറഞ്ഞാൽ ജോസഫിനെ പറ്റി പറയുന്നത് നീതിമാൻ ജസ്റ്റ് മേൻ, മറിയത്തെ പറ്റി പറഞ്ഞത് നന്മ നിറഞ്ഞവള്, ബാലനായ ഈശോയെ പറ്റി പറയുന്ന അവനവർക്ക് കീഴിറങ്ങി. ഇതാണ് കുടുംബത്തിൽ വേണ്ടത്. മക്കള് മാതാപിതാക്കളോട് ചേർന്ന് അവർ പറയുന്ന സദ്വചനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കൾക്കൊക്കെ കീഴ്വഴങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരു അനുഗ്രഹമായിട്ട് മാറുക. പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതിയൊക്കെ കൊടുക്കുന്ന നല്ല മൂല്യങ്ങൾ ഇതൊക്കെ നമ്മളെന്നും നിലനിർത്തുക. അതുകൊണ്ട് അധ്വാനിയായ തിരുകുടുംബത്തെ അധ്വാനിച്ച് തൊഴിൽ ചെയ്ത് പോറ്റിയ പിതാവ് അധ്വാനിക്കുന്ന എല്ലാവരുടെയും മാതൃകയാണ്. എക്കാലത്തുമുള്ള തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ എല്ലാം മാതൃകയാണ് യോസേഫ് പിതാവിൻ്റെ മാധ്യസ്ഥം. പ്രാർത്ഥിക്കാം. യോസേഫ് പിതാവിൻ്റെ മാധ്യസ്ഥം അനുഗ്രഹമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ